പ്രോമോ എല്ലാം തന്നെ വന്നപ്പോഴത്തേക്കും ഒരു കാര്യം വ്യക്തമാണ്, അനുമോൾക്ക് ഇരിപ്പത് കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അതിനുശേഷം ചില വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ തന്നെ സ്പ്രെഡായിട്ടുള്ള കാര്യമാണ്, എല്ലായിടത്തും സ്പ്രെഡായിട്ടുണ്ട്. അതായത് ഈ അനുമോളുടെ ഫാൻ പേജ് അല്ലെങ്കിൽ ഈ ഫാൻ ഗ്രൂപ്പുകളിലൊക്കെ തന്നെ ചില ചർച്ചകളൊക്കെ നടന്നു എന്ന തരത്തിൽ, അതായത് അനുമോളുടെ ആ ഒരു ഫാൻ ഗ്രൂപ്പുകളിലൊക്കെ തന്നെ ലാലേട്ടനെതിരെ സംസാരിക്കുന്ന തരത്തിലും അതോടൊപ്പം തന്നെ ലാലേട്ടൻ്റെ സിനിമ നമുക്ക് ബഹിഷ്കരിക്കണം എന്നുള്ള തരത്തിലൊക്കെ തന്നെയുള്ള സ്ക്രീൻഷോട്ടുകൾ പല ഗ്രൂപ്പുകളിലും ഇപ്പോൾ സ്പ്രെഡായിട്ടുണ്ട്. ശരിക്കും ഇവർ എന്തുദ്ദേശത്തിലാണ് എന്ന് ഈ പറയുന്ന കാര്യങ്ങൾ എന്നുള്ളത് ഇവർക്ക് തന്നെ അറിയുമോ എന്ന് അറിയത്തില്ല. എന്തായാലും ഇത് വള്ളിക്കേസായി എന്ന് മനസ്സിലായപ്പോഴത്തേക്കും, അതായത് പണി കിട്ടുമെന്ന് മനസ്സിലായപ്പോഴത്തേക്കും അതങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനുമോളുടെ ഇൻസ്റ്റാ പേജിൽ തന്നെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് പണി കിട്ടുമെന്ന് മനസ്സിലായപ്പോഴത്തേക്കും സംഭവം അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു പോസ്റ്റ് കുറച്ചു മുന്നേ അനുമോളുടെ തന്നെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഇൻസ്റ്റാ പേജിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ അനാവശ്യമായിട്ടുള്ള വള്ളിക്കേസ് പിടിക്കാതിരിക്കുന്നതായിരിക്കും അനുമോളുടെ ഫാൻസിനും അതോടൊപ്പം തന്നെ അനുമോളെ ഇഷ്ടപ്പെടുന്നവർക്കും അനുമോളുടെ ഫാൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഗ്രൂപ്പുകൾക്ക് നല്ലതെന്ന് പറയുന്നത്. അല്ലെങ്കിൽ മുട്ടം പണി അനുമോൾക്ക് തന്നെ കിട്ടുമെന്ന കാര്യം ഉറപ്പാണ്. അതോടൊപ്പം തന്നെ ലാലേട്ടനെ ഇവിടെ കുറ്റപ്പെടുത്തേണ്ട ഒരു ആവശ്യവുമില്ല. കാരണം അനുമോൾ ഒരു കാര്യം ഉന്നയിക്കുമ്പോൾ അതിനെന്തെങ്കിലും തെളിവുണ്ടോ, അല്ലെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് എന്ന് പോലും പറഞ്ഞു ബലിപ്പിക്കാൻ പോലും അനുമോൾക്ക് പറ്റിയിട്ടില്ല. സോ അനുമോളുടെ ഭാഗത്ത് തന്നെയാണ് 100% തെറ്റ് എന്നുള്ളത് വ്യക്തമാണ്. അതിനെ ചോദ്യം ചെയ്യുക എന്നുള്ളത് ലാലേട്ടൻ്റെ ഉത്തരവാദിത്തമാണ്. അതിൻ്റെ ഒരു അവതാരകൻ എന്നുള്ള രീതിയിൽ ലാലേട്ടൻ അത് ചോദ്യം ചെയ്യണം. ശിക്ഷ കൊടുക്കേണ്ട കാര്യമാണെങ്കിൽ ശിക്ഷ കൊടുക്കുക തന്നെ വേണം. അതിന് ഇമാതിരി തൊട്ടിപ്പരിപാടി പറയുന്നതും ചെയ്യുന്നതും ആരായാലും അത് വളരെ മോശമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.